നടരികെ പാർട്ടിയുടെ നേതാക്കന്മാരായ സുനീഷ് ഷോണാട്ട്, ശശിയേട്ടൻ, അതുപോലെ അനിൽ ബ്രഹ്മകുളം, പ്രമിത്, മറ്റ് നേതാക്കന്മാരെ എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ളൊരു സമരം നടത്താനുള്ള സാഹചര്യമെന്ന് നമുക്കെല്ലാവർക്കും പറയാം. ലക്ഷക്കണക്കിന് രൂപ ഇവിടെ റോഡിന് വേണ്ടിയിട്ട് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നാളിതുവരെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടന്നു. ഇവിടുത്തെ കൗൺസിലർ നഗരസഭയുടെ അകത്തളങ്ങളിൽ അവർ പ്രതിഷേധ കുത്തിയിരുന്ന് നടത്തി. അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടിലെ പ്രമുഖരായ ആളുകൾ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനെ കത്തെഴുതി, അതുപോലെ പരാതി നൽകി, MLAക്ക് പരാതി നൽകി. പക്ഷേ 4 വർഷം കഴിഞ്ഞിട്ട് യാതൊരു നടപടിയും എടുക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ തയ്യാറായിട്ടില്ല. സുഹൃത്തുക്കളെ, ഇത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോട് ഉള്ള വെല്ലുവിളിയാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നഗരസഭയുടെ ഭരണം തുടങ്ങിയിട്ട് ഇടതുപക്ഷം 25 വർഷത്തോളം കഴിഞ്ഞു. എന്ത് വികസനമാണ് ഈ നാട്ടിൽ കൊണ്ടുവരുവാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുള്ളത്? ഈ നാട്ടിൽ ഈ തൈക്കാട് മേഖലയിൽ ആധുനിക സൗകര്യമുള്ള ഒരു ആശുപത്രിയുണ്ടോ? അതുപോലെ തന്നെ നല്ല റോഡുകളുണ്ടോ? ഒരു വികസനവും 25 വർഷത്തോളം കാലം ഇവിടെ തുടർച്ചയായി ഭരിച്ചിട്ട് ഇടതുപക്ഷത്തിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം. ഇവിടുത്തെ നഗരസഭ ഭരണാധികാരികൾ എന്താ നമ്മളോട് പറഞ്ഞത്? അവർ നമ്മളോട് പറഞ്ഞത് ഈ തൈക്കാട് ഗ്രാമപഞ്ചായത്തിനെ നഗരസഭയോട് കൂട്ടിച്ചേർത്താൽ ഗുരുവായൂരിലുള്ള എല്ലാ സൗകര്യങ്ങളും, നഗരത്തിൽ ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഈ തൈക്കാടിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ മോഹന വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുകയാണ് ഇടതുപക്ഷം ചെയ്തത്. 25 വർഷം ഭരിച്ചിട്ട് ഒരു പുരോഗതിയും തൈക്കാടിന് കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ആളുകൾ, DYFയുടെ ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തല താഴ്ത്തി നടക്കേണ്ടി വരും. ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത് 15 ദിവസം തരും. ഈ നഗരസഭ ഭരണാധികാരികൾക്ക്, MLAക്ക്, ബഹുമാന്യായ മുരളി പെരുന്നെല്ലിക്ക് 15 ദിവസം തരും. ആ 15 ദിവസത്തിനുള്ളിൽ ഈ റോഡിന്റെ പണി ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടത്താൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകുമെന്ന് ഈ സമയത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ആവശ്യം ഈ തൈക്കാട് മേഖലയിൽ നമുക്ക് പുരോഗതി ഉണ്ടാകണം, വികസനങ്ങൾ ഉണ്ടാകണം. ഗുരുവായൂർ ടെമ്പിൾ ടൗണിൽ 100 കണക്കിന് പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ തൈക്കാടിലെ ഗ്രാമത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു നല്ല പദ്ധതി കൊണ്ടുവരുവാൻ ഇടതുപക്ഷത്തിന്റെ ആളുകൾ തയ്യാറാവാത്തത്? ഇവിടുത്തെ ആളുകളോട്, ഇവിടുത്തെ ജനങ്ങളോട് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, വികസനം കൊണ്ടുവരുമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷം അത് ചെയ്തേ പറ്റൂ. അത് ചെയ്തില്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമര പരിപാടികൾക്ക് BJP തുടക്കം കുറിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുകയാണ്. ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ തൈക്കാട് കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. എന്നാൽ പോലും എങ്ങനെയും എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ഫണ്ട് പാസ്സാക്കിയാൽ അത് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ പോലും സാധിക്കാത്ത കാഴ്ച നമുക്കറിയാം. ഏകദേശം 30 ലക്ഷത്തിന് മുകളിലാണ് ഈ KPM ഹോസ്പിറ്റലിന്റെ സൈഡിലൂടെ നമ്മുടെ ഗ്രാമവീഥികളിലേക്ക് കടന്നു പോകുന്ന റോഡിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ആ സംഖ്യ കൃത്യമായിട്ട് ഉപയോഗിച്ച് ആ റോഡിന് വികസനം നടത്തുവാൻ വർഷം 4 കഴിഞ്ഞിട്ടും ഇപ്പോഴും സാധിക്കിട്ടില്ല എന്നുള്ള കാഴ്ചയാണ്, ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും അവഗണന ഈ തൈക്കാടിലെ ജനങ്ങളോട്? ഈ തൈക്കാട് പറയൂ പറയൂ പെരുന്നെല്ലി, പറയൂ പറയൂ പെരുന്നെല്ലി, പറയൂ പറയൂ പെരുന്നെല്ലി, പറയൂ പറയൂ പെരുന്നെല്ലി. BJPയുടെ പ്രതിഷേധം, BJPയുടെ പ്രതിഷേധം, BJPയുടെ പ്രതിഷേധം, BJPയുടെ പ്രതിഷേധം. ജയ് ബോലോ ഭാരത് മാതാ കി ജയ്.